Autobiographies are the reflections of one's life. Here we are discussing such an autobiography. I Know Why the Caged Bird Sings by Maya Angelou. Maya Angelou is a famous American writer. പ്രശസ്തിയായ അമേരിക്കൻ എഴുത്തുകാരി മായ ആഞ്ചലോവിൻ്റെ ഓട്ടോബയോഗ്രഫി ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിങ്സ് എന്ന ഓട്ടോബയോഗ്രഫിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇറ്റ് റിവീൽസ് Maya's life or Margaret's life from the age 3 to 17 and the struggles she faces, particularly racism and self-affirmation in the southern United States. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അവർ അനുഭവിക്കേണ്ടി വന്ന റേസിസം, വർണ്ണവിവേചനം, അതേപോലെ തന്നെ ആ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ്, ഇതൊക്കെയാണ് ഈ ഒരു ഓട്ടോബയോഗ്രഫിയിൽ, അതായത് 3 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള അവരുടെ ജീവിതമാണ് ഈ ഓട്ടോബയോഗ്രഫിയിൽ വിവരിക്കുന്നത്. മാർഗരറ്റ് എന്നാണ് മായ ആഞ്ചലോവിൻ്റെ പേര്. മായ എന്നുള്ളത് അവരുടെ സഹോദരൻ അവരെ വിളിച്ച പേരാണ്. മായ അല്ലെങ്കിൽ മൈ എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. ആ ഒരു പേരാണ് മായ എന്നുള്ളത്. ശരിക്കുള്ള പേര് മാർഗരറ്റ് എന്നാണ്. ആൻഡ് നമ്മൾ പറഞ്ഞു മാർഗരറ്റ് ഓർ മായ ആഞ്ചലോവിൻ്റെ ജീവിതത്തിൽ 3 മുതൽ 17 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് വിവരിക്കുന്നത്. ആൻഡ് അബാൻഡൻഡ് ബൈ ഹെർ പാരൻസ്, മായ ആൻഡ് ഹെർ ഓൾഡർ ബ്രദർ ബെയ്ലി ആർ സെൻഡ് ടു ദെയർ പാറ്റേണൽ ഗ്രാൻഡ് മദർ മോമ ആൻഡ് ഡിസേബിൾഡ് അങ്കിൾ വില്ലി ഇൻ സ്റ്റാംസ്, ആർക്കാൻസസ്. ഇവിടെ 3 വയസ്സായപ്പം തന്നെ പാരൻസ് ചെറുപ്പത്തിൽ തന്നെ ഉപേക്ഷിച്ചതാണ്. അവരുടെ മൂത്ത സഹോദരൻ ബെയ്ലിയെയും മായയെയും പാരൻസ് ഉപേക്ഷിക്കുന്നു. അങ്ങനെ പാരൻസ് ഉപേക്ഷിക്കപ്പെട്ട ഇവർ അവരുടെ പിതാവിൻ്റെ അമ്മയുടെ അടുത്ത്, മോമ എന്നാണ് അവർ വിളിക്കുന്നത്, അവരുടെ അടുത്തേക്ക് പോകുന്നു. അതേപോലെ തന്നെ ഹാൻഡിക്യാപ്ഡായ അങ്കിളുണ്ട് വില്ലി. സ്റ്റാംസിലാണ് അവരുടെ അടുത്തേക്ക് ഈ കുട്ടികൾ പോകുന്നു. ആൻഡ് ബോത്ത് ഓഫ് ദം ആർ ഹോണ്ടഡ് ബൈ ദി അബാൻഡൻമെൻറ്റ് ഓഫ് ദെയർ പാരൻസ്. ഈ 2 കുട്ടികൾക്കും തങ്ങളുടെ മാതാപിതാക്കൾ അവരെ ഉപേക്ഷിച്ചതിൽ വളരെയധികം സങ്കടമുണ്ട്. അങ്ങനെ ആ ഒരു വിഷമത്തിലാണ് അവർ ജീവിതം മുന്നോട്ട് പോകുന്നത്. ആൻഡ് ദി ട്രാവൽ അലോൺ ആൻഡ് ആർ ലേബൽഡ് ആസ് ബാഗേജ്. അവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്, അതായത് നമുക്കറിയാം ചെറിയ വയസ്സുള്ള കുട്ടികളാണ് സഹോദരനും അതേപോലെ മായ ആഞ്ചലോ 3 വയസ്സുള്ള കുട്ടി. അവർ ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. വേറെ പാരൻസോ ആരും കൂടെ ഇല്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു. അതേപോലെ അഭയാർത്ഥികൾ അല്ലെങ്കിൽ ഭിക്ഷക്കാർ എന്നുള്ള രീതിയിൽ, അനാഥർ, അങ്ങനെ ആ രീതിയിലാണ് എല്ലാവരും അവരെ പരിഗണിക്കുന്നത്. ആൻഡ് മെനി ഓഫ് ദി പ്രോബ്ലംസ് മായ ഫേസ്ഡ് ഇൻ ഹെർ ചൈൽഡ്ഹുഡ് വെയർ ഫ്രം റേസിസം ഓഫ് ഹെർ വൈറ്റ് നൈബേഴ്സ് ആൻഡ് സൊസൈറ്റി. മായ ആഞ്ചലോവിൻ്റെ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ആ ഒരു ചെറുപ്പ കാലഘട്ടത്തിലെ ഏറ്റവും അവരെ വേദനിപ്പിച്ചത് അല്ലെങ്കിൽ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നം റേസിസം ആയിരുന്നു, വർണ്ണവിവേചനം ആയിരുന്നു. ആ വർണ്ണവിവേചനം, അതായത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് എന്നുള്ള ആ ഒരു വിവേചനം, വൈറ്റായിട്ടുള്ള നൈബേഴ്സ്, അവരുടെ വെള്ളക്കാരായിട്ടുള്ള അയൽക്കാർ ഇവരെ കണക്കാക്കിയിരുന്നത് ആ ഒരു നികൃഷ്ടമായ ഒരു അവസ്ഥയിലായിരുന്നു. അത്രത്തോളം വേർതിരിവ് കാണിച്ച ആ ഒരു വേർതിരിവാണ് അവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. And Moma is relatively wealthy as she owns the general store at the heart of Stamps black community. സ്റ്റാംസിൽ ഏകദേശം ആ ഒരു ടൗണിൻ്റെ മധ്യഭാഗത്തായി തന്നെ ഒരു നല്ല ഒരു സ്റ്റോറൊക്കെ ഉണ്ട്. അത്യാവശ്യം പൈസയുള്ള ആളാണ് മോമ, അതായത് ഇവരുടെ അച്ഛൻ്റെ അമ്മ. എന്നിരുന്നാൽ തന്നെയും അവർക്ക് ആ ഒരു വർണ്ണവിവേചനം നേരിടേണ്ടി വന്നു. The white children of their town repeatedly insult them. അവിടുത്തെ വെള്ളക്കാരായിട്ടുള്ള കുട്ടികൾ ഇവരെ കണ്ടിന്യൂസ് ആയിട്ട്, ഇതൊരു ദിനചര്യ എന്ന രീതിയിൽ ഈ കുട്ടികളെ ഇങ്ങനെ പരിഹസിക്കാൻ തുടങ്ങി. ആൻഡ് എ വൈറ്റ് ഗേൾ റിവീൽസ് ഹെർ പബ്ലിക് ഹെയർ ടു മോമ ഇൻ എ ഹ്യൂമിലിയേറ്റിംഗ് മാനർ. ഇവളുടെ മുടി, അതിൻ്റെ കളറ്, ഇതൊക്കെ ആ ചുള്ള മുടിയും അതിൻ്റെ കളറും ഒക്കെ ഇങ്ങനെ കാണിച്ച് വൈറ്റ് നൈബറായിട്ടുള്ള ഒരു കുട്ടി എപ്പോഴും ഇവളെ കളിയാക്കുമായിരുന്നു. And Moma hides Uncle Willie in a vegetable bin to protect him from Ku Klux Klan raiders, and he groans from there throughout the night. ഇവരുടെ ഡിസേബിൾഡായ അങ്കിൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ അങ്കിളിനെ ക്ലക്സ് ക്ലാൻ റൈഡേഴ്സിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്
പൊട്ടറ്റോ തോട്ടത്തിൽ ഇരുത്തുന്നു, ഒളിപ്പിച്ചിരുത്താണ്. അങ്ങനെ ആ ഒളിപ്പിച്ചിരുത്തുന്ന ആ അങ്കിള് രാത്രി മുഴുവൻ അവിടെ ഇരുന്ന് കരഞ്ഞു. അതായത് പേടിച്ചരണ്ട് അവിടെ ഇരുന്ന്, ഡിസേബിൾഡ് ആണ്, ഓടി രക്ഷപ്പെടാനും കഴിയില്ല. അങ്ങനെയുള്ള ആ ഒരു അനുഭവവും ഇതിൽ വിവരിക്കുന്നുണ്ട്. ആൻഡ് മായാസ് നെയിം വാസ് ചേഞ്ച്ഡ് ടു മേരി ബൈ എ റേസിസ്റ്റ് എംപ്ലോയർ വിച്ച് മെയ്ഡ് ഹെർ സോ സാഡ്. ഇനി മറ്റൊരു സംഭവം, അവളുടെ ഒരു മുതലാളി അവളുടെ പേര് മാർഗരറ്റ് എന്നുള്ള, അല്ലെങ്കിൽ മായ എന്നുള്ള പേര് മാറ്റിയിട്ട് മേരി എന്നാക്കുന്നു. അങ്ങനെ പേര് മാറ്റിയതും മായ ആഞ്ചലോവിന് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നു. At her 8th grade graduation ceremony, a white speaker disparages the black audience by saying that they have limited job opportunities. ഇനി 8th സ്റ്റാൻഡേർഡ് ഗ്രേഡ്, അതായത് 8th ഗ്രേഡ് ഗ്രാജുവേഷൻ സെറമണി നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു വൈറ്റ് സ്പീക്കറാണ് വന്നത്. അദ്ദേഹം ആ ബ്ലാക്ക് ഓഡിയൻസ് ആയിട്ടുള്ള കുട്ടികൾ, ബ്ലാക്ക് കുട്ടികളാണ് കൂടുതലുള്ളത്, ആ കുട്ടികളോട് പറയുന്നു, നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പറയുന്നു. അതും ആ ഒരു റേസിസമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വൈറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ജോലി സാധ്യത കൂടുതലാണ്, ബ്ലാക്ക് ആയിട്ടുള്ള കുട്ടികൾ പഠിച്ചാലും ജോലി സാധ്യത കുറവാണ് എന്ന് പറയുന്ന ആ ഒരു വിവേചനം അവിടെ കാണാം. And during the depression period, a white dentist refuses to treat her rotting teeth, even though Moma reminded him that they have money. ഇനി മറ്റൊരു സംഭവം, ഈ ആത്മകഥയിൽ അവർ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങളാണ് കൂടുതൽ വിവരിക്കുന്നത്. അവർ ഒരു ഡിപ്രഷൻ പീരീഡ്, അതായത് ഡിപ്രഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ, ആ ഒരു കാലഘട്ടത്തിൽ സാമ്പത്തികമായി ആ ഒരു സാധ്യത ഇല്ലാത്ത സമയത്ത്, സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയിൽ ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നു. മായ ആഞ്ചലോവും മുത്തശ്ശിയും പോകുന്നു, മോമയും പോകുന്ന സമയത്ത് അവരുടെ പല്ലിൻ്റെ കേട്, അതായത് നമ്മുടെ മായ ആഞ്ചലോവിൻ്റെ കേടായ പല്ല് കാണിക്കാൻ പോവുകയാണ്. പക്ഷേ ദ വൈറ്റ് ഡോക്ടർ ഈസ് നോട്ട് റെഡി ടു ട്രീറ്റ് ഹർ. ഡോക്ടർ വെള്ളക്കാരനാണ്, അദ്ദേഹം അവരെ ചികിത്സിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം പൈസ ബ്ലാക്കാണ്. അതേപോലെ തന്നെ ഇവർ പറയുന്നു, അതായത് മോമ പറയുന്നു, അയാളെ ഓർമ്മിപ്പിക്കുന്നു, ഡോക്ടർ ഓർമ്മിപ്പിക്കുന്നു ദാറ്റ് ദേ ഹാവ് മണി വിത്ത് ദം. അവരുടെ കയ്യിൽ പൈസയുണ്ട്, ഡിപ്രഷൻ പീരീഡാണ്, സാമ്പത്തികമായിട്ട് ആരുടെ കയ്യിലും ഒന്നും ഇല്ലാത്ത സമയത്ത് തൻ്റെ കയ്യിൽ പൈസയുണ്ട്, ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോലും ഈ വെള്ളക്കാരനായ ഡോക്ടർ ഈ ബ്ലാക്കായിട്ടുള്ള മായ ആഞ്ചലോവിനെ ട്രീറ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല, പല്ല് ചികിത്സിക്കാൻ തയ്യാറാകുന്നില്ല. And she remembers that the black community of stamps were happy when Joe Louis won championship of fight and hears the radio broadcast on it. ആകെ ഈ സ്റ്റാമ്പ്സിലുള്ള ഈ നീഗ്രോ ജനതയ്ക്ക് സന്തോഷമുണ്ടായത് അതായത് ജോ ലൂയിസ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന സമയത്താണ്. ഫൈറ്റിൽ, ബോക്സിങ്ങിൽ ചാമ്പ്യൻഷിപ്പ് നേടുന്ന സമയത്താണ് അവർക്കൊരു സന്തോഷമുണ്ടാകുന്നത്. അതുവരെ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ, വൈറ്റ് ആൻഡ് ബ്ലാക്ക് എന്ന ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുന്നു. A turning point occurs when Maya and Bailey's father came to Stamps unexpectedly and takes the two children with him and leaves them with their mother in St. Louis. ഇനി ഈ മായ ആഞ്ചലോവിൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റായി മാറുന്ന സംഭവം, ഒരു ദിവസം ഇവരുടെ അച്ഛൻ അവിടെ എത്തുന്നു, സ്റ്റാമ്പ്സിലെത്തുന്നു. അങ്ങനെ ഈ രണ്ട് കുട്ടികളെയും കൂട്ടിപ്പോകുന്നത് അവരുടെ അമ്മയുടെ അടുത്തേക്കാണ്. സെൻറ്റ് ലൂയിസിലാണ് അവർ താമസിക്കുന്നത്. സെൻറ്റ് ലൂയിസിൽ അമ്മയുടെ അടുത്ത് ഈ കുട്ടികളെ ആക്കിയിട്ട് പോകുന്നു. ആൻഡ് മായ വാസ് 8 years of age then and was sexually abused and raped by her mother's lover, Mr. Freeman. ഈ 8 വയസ്സുള്ള മായ ആഞ്ചലോവിനെ അവരുടെ അമ്മയുടെ കാമുകൻ മിസ്റ്റർ ഫ്രീമാൻ റേപ്പ് ചെയ്യുന്നു, അതായത് സെക്ഷുവലി അബ്യൂസ് ചെയ്യുന്നു, അങ്ങനെ റേപ്പ് ചെയ്യുന്നു. ആൻഡ് ഹി വാസ് ഫൗണ്ട് ഗിൽറ്റി ഡ്യൂറിങ് ദ ട്രയൽ ബട്ട് എസ്കേപ്സ്. അങ്ങനെ അത് കേസും വഴക്കുമൊക്കെ ആകുന്നു. അങ്ങനെ വഴക്കായി, കേസായി, അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിയുന്നു. പക്ഷേ അദ്ദേഹം രക്ഷപ്പെടുന്നു, ആ ഒരു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നു. ലേറ്റർ ഹി വാസ് മർഡേർഡ് ബൈ മായാസ് അങ്കിൾസ്. പിന്നീട് മായയുടെ അങ്കിളുമാർ അദ്ദേഹത്തെ വധിക്കുന്നു. And Maya feels guilty and began to be secluded from everyone.
അതിനുശേഷം ആ ഒരു സംഭവത്തിന് ശേഷം മായ ആഞ്ചലോവും വളരെയധികം ഉൾവലിയുന്നു. അതായത് മറ്റുള്ളവരുമായിട്ടൊന്നും ഇടപെടാതെ താനെന്തോ കുറ്റം ചെയ്തു അല്ലെങ്കിൽ തനിക്കെന്തോ അപകടം പറ്റിയെന്നുള്ള രീതിയിൽ മറ്റാരോടും ഇടപെടാതെ ഒതുങ്ങിക്കൂടുന്നു. ആൻഡ് ഇറ്റ് വാസ് മിസ്സിസ് ബെർത്ത ഫ്ലവർ, ദ അരിസ്റ്റോക്രാറ്റ് ഓഫ് ബ്ലാക്ക് സ്റ്റാമ്പ്സ്, എൻകറേജ്ഡ് ഹെർ ത്രൂ ഹെർ ബുക്സ് ടു റീഗെയിൻ ഹെർ വോയിസ്. ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന്, ഈ ഒരു സെക്ലൂഡഡ് ലൈഫിൽ നിന്ന്, മറ്റാരോടും ഇടപെടാതെ ഒതുങ്ങിക്കൂടിയ ആ ഒരു അവസ്ഥയിൽ നിന്ന് മായ ആഞ്ചലോവിനെ പുറത്തേക്ക് കൊണ്ടുവന്നത്, രക്ഷിച്ചു കൊണ്ടുവന്നത് മിസ്സിസ് ബെർത്ത ഫ്ലവേഴ്സ് ആയിരുന്നു. ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിലെ ശ്രേഷ്ഠയായ ഒരു വനിതയാണ് മിസ്സിസ് ബെർത്ത ഫ്ലവേഴ്സ്. അവരാണ് പുസ്തകങ്ങൾ വായിക്കാനൊക്കെ കൊടുത്തു, അതേപോലെ ഒരുപാട് സംസാരിച്ചൊക്കെ ആ ഒരു ഷെല്ലിൽ നിന്നും മായ ആഞ്ചലോവിനെ പുറത്തേക്ക് കൊണ്ടുവന്നത്. ആൻഡ് മോമ സെൻസ് ഹെർ ഗ്രാൻഡ് ചിൽഡ്രൻ ടു ദെയർ മദർ ഇൻ സാൻ ഫ്രാൻസിസ്കോ, കാലിഫോർണിയ, ടു പ്രൊട്ടക്റ്റ് ദം ഫ്രം ദ ഡേഞ്ചേഴ്സ് ഓഫ് റേസിസം ഇൻ സ്റ്റാമ്പ്സ്. പിന്നീട് വീണ്ടും ഈ കുട്ടികളെ, അതായത് മായയെയും അവരുടെ മകനായ ബെയ്ലിയെയും സ്റ്റാമ്പ്സിലെ ആ ഒരു വർണ്ണവിവേചനത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് സാൻ ഫ്രാൻസിസ്കോയിൽ അവരുടെ അമ്മയുടെ അടുത്തേക്ക് അയക്കുന്നു. ആൻഡ് മായ ജോയിൻഡ് ജോർജ് വാഷിങ്ടൺ ഹൈസ്കൂൾ ആൻഡ് സ്റ്റഡീസ് ഡാൻസ് ആൻഡ് ഡ്രാമ ഓൺ എ സ്കോളർഷിപ്പ് അറ്റ് കാലിഫോർണിയ ലേബർ സ്കൂൾ. ഈ സമയത്ത് മായ ജോർജ് വാഷിങ്ടൺ ഹൈസ്കൂളിൽ ചേരുന്നു. അതേപോലെ തന്നെ പാട്ടും ഡാൻസൊക്കെ പഠിക്കുന്നു, ഡ്രാമ, ഡാൻസ് ഇതൊക്കെ പഠിക്കുന്നു. അത് സ്കോളർഷിപ്പിലാണ്. കാലിഫോർണിയ ലേബർ സ്കൂളിൽ സ്കോളർഷിപ്പിൽ ഡാൻസും ഡ്രാമയും ഒക്കെ പഠിക്കുന്നു. ആൻഡ് ഷീ ബിക്കംസ് ദ ഫസ്റ്റ് ബ്ലാക്ക് ഫീമെയിൽ കേബിൾ കാർ കണ്ടക്ടർ ഇൻ സാൻ ഫ്രാൻസിസ്കോ. സാൻ ഫ്രാൻസിസ്കോയിലെ ആദ്യത്തെ ബ്ലാക്ക് ഫീമെയിൽ കേബിൾ കാർ കണ്ടക്ടർ എന്ന പദവി മായ ആഞ്ചലോവിന് ലഭിക്കുന്നു. ആൻഡ് ഷീ വിസിറ്റ്സ് ഹെർ ഫാദർ ഇൻ വൺ സമ്മർ ആൻഡ് ഹാഡ് അനദർ എക്സ്പീരിയൻസ്. ആൻഡ് ഷീ ഹാഡ് ടു ഡ്രൈവ് എ കാർ ഫോർ ദ ഫസ്റ്റ് ടൈം വെൻ ഹീ ഹാസ് ടു ട്രാൻസ്പോർട്ട് ഹെർ ഇൻടോക്സിക്കേറ്റഡ് ഫാദർ ടു ഹോം ഫ്രം ആൻ എക്സ്കർഷൻ ടു മെക്സിക്കോ. അതായത് നമ്മൾ പറഞ്ഞു കേബിൾ കാർ കണ്ടക്ടർ എന്നുള്ളൊരു പദവി കിട്ടുന്നു. അതിനുശേഷം അവർക്ക് കേബിൾ കാർ ഓടിച്ച് വരേണ്ട ഒരു അവസ്ഥ വരുന്നു. ആദ്യമായിട്ട് അതായത് ഈ മെക്സിക്കോയിലേക്കുള്ള ഒരു എക്സ്കർഷൻ യാത്രയാണ്. അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് അടിച്ച് പൂക്കുറ്റിയായി അവരുടെ അച്ഛൻ അദ്ദേഹത്തിനെ വീട്ടിലെത്തിക്കേണ്ട ഒരു അവസ്ഥ. സ്വന്തമായിട്ട് കാറ് ആദ്യമായിട്ട് ഓടിക്കുകയാണ്. അങ്ങനെ കാർ ഓടിച്ച് അദ്ദേഹത്തെ വീട്ടിലെത്തിക്കേണ്ട ഒരു അവസ്ഥ മായ ആഞ്ചലോവിന് വരുന്നു. ആൻഡ് ഷീ ഫോട്ട് വിത്ത് ഹെർ ഫാദേഴ്സ് ഗേൾ ഫ്രണ്ട് ആൻഡ് ഫീൽസ് ഹോംലെസ്നെസ്. അങ്ങനെ ആ അച്ഛൻ്റെ ഗേൾ ഫ്രണ്ടായിട്ടുള്ള ഒരു സ്ത്രീയുണ്ട്. അവരുമായിട്ട് അല്ലറച്ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ആ വീട്ടിൽ നിന്നും അവർ പുറത്തേക്ക് വരുന്നു. അങ്ങനെ പുറത്തു വരുന്ന സമയത്ത് തനിക്കെങ്ങും നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അതായത് അസ്തിത്വം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയും ഉണ്ടാകുന്നു. ആൻഡ് മായ വറീസ് ഓഫ് ബിക്കമിങ് എ ലെസ്ബിയൻ. ഈ ഒരു കാലഘട്ടത്തിലാണ് താനൊരു ലെസ്ബിയൻ ആണോ എന്നുള്ള ഒരു ചിന്തയിലേക്ക് മായ ആഞ്ചലോ വരുന്നത്. ആൻഡ് ഷീ എൻഗേജസ് ഇൻ എ സെക്ഷൽ ഇൻ്റർകോഴ്സ് വിത്ത് എ ടീനേജ് ബോയ് ആൻഡ് ബിക്കം പ്രഗ്നൻറ്റ്. ഈ ഒരു അവസ്ഥയിൽ താൻ അങ്ങനെ ലെസ്ബിയൻ ആണോ എന്ന് ചിന്തിച്ച് ഇരിക്കുന്ന സമയത്ത് ഒരു ടീനേജ് ബോയുമായിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുന്നു. അങ്ങനെ പ്രഗ്നൻ്റായി മാറുന്നു. ആൻഡ് ഷീ ഹൈഡ്സ് ഇറ്റ് ഫ്രം ഹർ ഫാമിലി ആൻഡ് റിവീൽസ് ഇറ്റ് അറ്റ് ദി 8th month ഓഫ് പ്രഗ്നൻസി വെൻ ഷീ ഈസ് ഗ്രാജുവേറ്റഡ് ഫ്രം ഹൈസ്കൂൾ. ഈ ഫാമിലിയിൽ നിന്നും ഈ സംഭവങ്ങളൊക്കെ അവർ മറച്ചു വെക്കുന്നു. 8ാമത്തെ മാസമാണ് ഈ ഒരു സംഭവം പുറത്തറിയുന്നത്. ആ സമയത്തേക്ക് അവർ ഗ്രാജുവേറ്റ് ചെയ്യുന്നു. അതായത് ആ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞു ജോർജ് വാഷിങ്ടൺ ഹൈസ്കൂളിൽ നിന്നും ഗ്രാജുവേഷൻ ലഭിക്കുന്നു. ആൻഡ് ഷീ ഗീവ്സ് ബർത്ത് ടു എ സൺ ആൻഡ് ദസ് ഷീ എൻഡ്സ് ഹർ ബുക്ക്. 8ാമത്തെ മാസമാണ് അവർ ഈ സംഭവങ്ങളൊക്കെ പറയുന്നത്. അപ്പോഴേക്കും ജോർജ് വാഷിങ്ടൺ ഹൈസ്കൂളിൽ നിന്നും ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് അവർ മകന് ജന്മം കൊടുക്കുന്നു. അതോടുകൂടി ഈ ഒരു ഓട്ടോബയോഗ്രഫി ആ ഒരു സംഭവത്തോടു കൂടിയാണ് അവസാനിക്കുന്നത്. ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, റേസിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മായ ആഞ്ചലോ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, പിന്നീട്
ജോർജ് വാഷിങ്ടൺ ഹൈസ്കൂളിലുള്ള അവരുടെ ജീവിതം, ഓരോ സ്ഥലങ്ങളിലും, അതേപോലെ തന്നെ വാട്ട് ഈസ് ദ ടേണിംഗ് പോയിന്റ് ഇൻ ഹർ ലൈഫ് എന്ന് ചോദിക്കാം. ആ ഒരു അതായത് അമ്മയുടെ കാമുകൻ മിസ്റ്റർ ഫ്രീമാൻ അവരെ റേപ്പ് ചെയ്യുന്ന ആ ഒരു സംഭവങ്ങളാണ് ആ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറുന്നത്. ഇതൊക്കെയാണ് ഇതിനകത്ത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.